സോൾ ട്രാവലിംഗ്. അവരുടെ ആത്മാവിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തി അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷെ അവരുടെ ആത്മാവ് പോയി കണ്ടത് ഇവരുടെ അച്ഛനെയാണ്. പറയുമ്പോഴേക്കും ആകെ വരുന്നത് എനിക്ക്. അതൊരു ആത്മാവായിരിക്കും. അവര് ഏതൊക്കെയോ ആത്മാക്കൾ വന്ന് കളിപ്പിക്കുന്നുണ്ട്. മാസ്റ്റേഴ്സിന് നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് നമ്മുടെ കൂടെ മാസ്റ്റേഴ്സ് ഉണ്ടോ? ജനിക്കുമ്പോൾ എന്നല്ല, നിങ്ങൾക്ക് എപ്പോഴും മാസ്റ്റേഴ്സ് ഉണ്ട് നിങ്ങളുടെ കൂടെ. പക്ഷെ നിങ്ങൾ ആവശ്യമുള്ളപ്പോൾ മാത്രമേ അവർ നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ വരുന്നുള്ളൂ. സാറേ, ഈ സോൾ ട്രാവലിംഗ് അല്ലെങ്കിൽ ആത്മാവിലേക്കുള്ള യാത്ര, അത് നമ്മൾ മറ്റൊരു ആത്മാവിലേക്ക് കയറി ചെല്ലുക, അത് എങ്ങനെയാണ് പ്രാവർത്തികമാകുന്നത്? സോൾ ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ആത്മാവിലേക്ക് കയറി ചെല്ലലല്ല. ഇപ്പോൾ സോൾ ട്രാവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാവിന് പ്രപഞ്ചത്തിലേക്കൊരു യാത്ര. ഞാനത് എൻ്റെ ഹിപ്നോസിസ് ക്ലാസ്സുകളിൽ ചെയ്യാറുണ്ട്. ഇപ്പം ഞാനത് മാറ്റി സിൽവ മെത്തേഡിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അവർക്ക് സ്വയം ചെയ്യാനായിട്ട് ചെയ്തു കൊടുക്കാം. അവർക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് എപ്പോഴാണോ അവരുടെ വേണ്ടപ്പെട്ടവരെ കാണേണ്ടത് അത് ചെയ്യാൻ പറ്റും. അത് നമുക്ക് എങ്ങനെയാണെങ്കിൽ നമ്മൾ ഡീപ്പ് മെഡിറ്റേഷനിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് നമ്മുടെ തലം മാറുകയാണ്. അതാണ് ഞാൻ പറഞ്ഞ സിൽവ മെത്തേഡിൽ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനകത്തൊരു വിഷയം ഏതാണ്, അവരുടെ ആത്മാവിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തി അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ട്രാവൽ ചെയ്ത് അവർ യൂണിവേഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂക്ലിയസ് ഓഫ് യൂണിവേഴ്സ് അങ്ങനെ വേണം പറയാൻ. കാരണം യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഓംനി പ്രസൻറ്റ് ആൻഡ് ഓംനി പൊട്ടൻറ്റ് എല്ലായിടത്തുള്ള സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ യൂണിവേഴ്സിലേക്ക് പോകുന്നു എന്ന് പറയാൻ പറ്റില്ല, ന്യൂക്ലിയർ ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയാൻ പറ്റും. അവിടെ ചെന്നിട്ട് ആത്മാക്കളുടെ ലോകത്തിലേക്ക് അവർക്ക് പോകാൻ പറ്റും. അവരുടെ മനസ്സിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മരിച്ച വ്യക്തികളുമായിട്ട് അവർക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാവണം. അച്ഛൻ, അമ്മ, അച്ഛമ്മ, അച്ചാച്ചൻ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടല്ലോ, വളരെ വേണ്ടപ്പെട്ട വ്യക്തികളുമായിട്ട് അവർക്ക് സംസാരിക്കാൻ സാധിക്കും. ഇതൊക്കെ ഒരു തോന്നലല്ലേ യഥാർത്ഥത്തിൽ? നോക്കൂ, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ശരിക്കും കുടികൊള്ളുന്ന എവിടെയാണ്, അല്ലെങ്കിൽ ദൈവം എന്ന് നിങ്ങൾ വിളിക്കുന്ന സാധനം കുടികൊള്ളുന്ന എവിടെയാണ്? നിങ്ങളുടെ മനസ്സിലാണ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനകത്താണ് എല്ലാം കിടക്കുന്നത്. ഇപ്പം നിങ്ങൾ കണ്ണടച്ചിട്ട് ദൈവമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് സമ്മതിക്കില്ല. കാരണം കുട്ടിക്കാലം മുതൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വേരുറച്ചിട്ടുള്ള ഒരു ചിത്രമുണ്ട്. ഇപ്പം മഹാവിഷ്ണു അല്ലെ കൃഷ്ണൻ എന്നൊക്കെ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലെ രൂപം വന്നു, അല്ലേ? അപ്പോൾ എല്ലാം കിടക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ തന്നെയാണ്, മനസ്സിൻ്റെ അടിത്തട്ടിലാണ്, അഥവാ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അപ്പം ഞാൻ ദൈവം ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ആത്മാവുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലൊരു ക്ലിയർ പിക്ചർ കിടപ്പുണ്ട്. ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞെങ്കിൽ കാൾ യുങ് പറഞ്ഞിട്ടുണ്ട്, എല്ലാം കൂടെ കണക്റ്റഡാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ മനസ്സിനെ ഞാൻ മറ്റുള്ള മനസ്സുമായിട്ട് കണക്റ്റഡ് ആകുന്നുണ്ടെങ്കിൽ എനിക്ക് അവരുടെ ചിന്തകൾ പിടിച്ചെടുക്കാൻ പറ്റില്ലേ? പറ്റുന്നുണ്ട്. അതുപോലെ എനിക്ക് ആ ഒരു മരിച്ചു പോയൊരു ആത്മാവാണെങ്കിലും ആ ആത്മാവിൻ്റെ മനസ്സവിടെ ഉണ്ടല്ലോ, എനിക്ക് അതിനോട് സംസാരിച്ചുകൂടെ? അത്ര തന്നെ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ അത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ആത്മാവിൻ്റെ ചിന്തകളല്ലേ? നിങ്ങളുടെ ആത്മാവിൻ്റെ ചിന്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ട്രാവൽ ചെയ്യാൻ കഴിയുമോ എന്നായിരുന്നു നിങ്ങളുടെ ചോദ്യം. ട്രാവൽ ചെയ്യാൻ കഴിയും. എവിടേക്ക്? മരിച്ചുപോയവരുടെ ലോകത്തിലേക്ക്. അവിടെ അവർക്ക് പെർമിഷൻ ഉണ്ട്, അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും അവരോട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കാനൊന്നും പറ്റില്ല, കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റും. ഇപ്പം ഞാൻ പോയി ഒരു ആത്മാവിനോട് സംസാരിക്കുന്നത് അതേ ആത്മാവിനോട് തന്നെ സാറ് പോയി സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരങ്ങൾ രണ്ടായിരിക്കില്ലേ? അതിൻ്റെ എനിക്കത് 100% തെറ്റാന്ന് പറയാൻ പറ്റില്ല, ശരിയാണെന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഞാനൊരു ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ആത്മാക്കളെ ഞാൻ ട്രാവൽ ചെയ്യിച്ചു. 14 പേര് ഇരിപ്പുണ്ടായിരുന്നു. 14 പേരുടെയും മനസ്സിനെ ഞാൻ ട്രാവൽ ചെയ്യിച്ചു. അതിൽ ഒരാളുണ്ടായിരുന്നു, എല്ലാവരും ട്രിവാൻഡ്രംകാർ തന്നെയാണ്. ഒരാൾ പോയിട്ട് അവരുടെ അച്ഛൻ ഒരു 3 മാസം മുമ്പ് മരിച്ചിരുന്നു. അങ്ങേരെ കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ് പോയത്. അദ്ദേഹത്തെ പോയി കണ്ടു, സംസാരിച്ചു. ഇവർക്ക് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അദ്ദേഹത്തിനോട്, അതൊക്കെ പോയി പറഞ്ഞു, തിരിച്ചു പോന്നു. കൂട്ടത്തിൽ തന്നെ ഇവരിങ്ങനെ ഇരിക്കുക എന്നുണ്ടെങ്കിൽ ഈ സൈഡിലായിട്ട് കുറച്ച് ദൂരെയായിട്ട് വേറൊരു ലേഡി ഇരുന്നിരുന്നു. ഇവർ ഹിന്ദുവാണ്, ഇവർ മുസ്ലിമാണ്. ആ മുസ്ലിം ലേഡിക്ക് ഇവരെ അറിയാമെന്നല്ലാതെ ഇവരുടെ ഫാമിലിയെ കുറിച്ചോ ഇവരുടെ അച്ഛനെ കുറിച്ചോ ഒന്നും അറിയില്ല. പക്ഷെ അവരുടെ ആത്മാവ് പോയി കണ്ടത് ഇവരുടെ അച്ഛനെയാണ്. പറയുമ്പോഴേക്കും ആകെ വരുന്നത് എനിക്ക്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് എനിക്കെന്നല്ല ഈ ലോകത്ത് ഒരാൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷെ അവർ കണ്ടത് ഇവരുടെ അച്ഛനെയാണ്. അദ്ദേഹം ഇവരോട് പറഞ്ഞത് ഈ മുസ്ലിം
ലേഡിയോട് പറഞ്ഞത്, അവൾ ഭയങ്കര വിഷമത്തിലാണ്, നീ അവളെ സമാധാനിപ്പിക്ക്, ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്, പറഞ്ഞേക്ക്, അവളെ സമാധാനിപ്പിക്കണം പറഞ്ഞിട്ടാണ് വിട്ടത്. ഇവരിതൊക്കെ പറയുന്നത്, എൻ്റെ വീഡിയോ വരെയുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അത് യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യമായിട്ടല്ല അങ്ങനെ ചെയ്തത്. അല്ല അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, അത് നേരത്തെ അവർ പറഞ്ഞുറപ്പിച്ചത് അല്ല. അവർക്ക് ഈ മുസ്ലിം കുട്ടിയെന്ന് പറഞ്ഞാൽ, ഞാൻ പേര് പറയാത്തതാണെങ്കിൽ അവർക്കത് കണ്ടു കഴിഞ്ഞാൽ അവർക്കിത് പേര് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പേര് പറയാത്തത്. ആ പെൺകുട്ടിക്ക് ഇവരെക്കുറിച്ച് ഒരു ധാരണയുമില്ല. ഇവരൊക്കെ ഒന്നിച്ച് റേക്ക് പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ ഇവർക്ക് ഒന്നും അറിയില്ല പരസ്പരം. ഈ ക്ലാസ്സിൽ കണ്ടുമുട്ടി സംസാരിച്ചു, അത്രയ്ക്കുള്ളൂ. അപ്പോഴും ഈ അച്ഛൻ്റെ കഥയൊന്നും അവർക്ക് അറിയും കൂടിയില്ല. അച്ഛൻ മരിച്ച പോലും അവർക്കറിയില്ല. അപ്പോൾ അതിനെ ഞാൻ എങ്ങനെ അവിശ്വസിക്കണം, എങ്ങനെ വിശ്വസിക്കണം എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു തരും. എനിക്കറിയില്ല. അത് ചിന്തകൾക്കപ്പുറത്തുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആത്മാവ് ട്രാവൽ ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ ഇതിനകത്ത് ഈ പറഞ്ഞ ഒന്നിനെയും തെളിയിക്കാൻ പറ്റില്ല. ഒരു ഇന്നത്തെ കാലത്ത് ഡിവോഴ്സ് കൂടുന്നു. ശാസ്ത്രീയമായിട്ട് അതിന് എന്ത് മറുപടി പറയും? സൈക്കോളജിക്കലി പറയാം. ശാസ്ത്രീയമായിട്ട് അതിന് എന്താ മറുപടി പറയാം? ഒന്നുമില്ല പറയാൻ. എന്ന് വെച്ചാൽ അത് തെറ്റാണോ? അല്ല. ഇറ്റ്സ് എ ക്ലിയർ പിക്ചർ, എ ക്ലിയർ വിഷൻ ഈസ് ദാറ്റ്. നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്ന കാര്യങ്ങളാണ്. ഇന്ന് കല്യാണം കഴിയണു, കോടികളോ ലക്ഷങ്ങളോ കോടികളോ ഒക്കെ മുടക്കിയിട്ടാണ് കല്യാണം നടത്തുന്നത്, പിറ്റേ ദിവസം ഡിവോഴ്സ് ആവുന്നു. ഇറ്റ്സ് ഓൾ പോസിബിൾ. ഇപ്പോൾ ആത്മാവിൻ്റെ ട്രാവലിംഗ് ഉണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു, നടക്കുന്നുണ്ട്. ഞാൻ ആളുകളെ കൊണ്ടുപോകാറുണ്ട്, മാസ്റ്റേഴ്സിനോട് സംസാരിപ്പിക്കാറുണ്ട്, അവരുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. എല്ലാ ചോദ്യത്തിലും ഞാൻ എന്തിനു സോൾ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ? സോൾ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, മാസ്റ്റേഴ്സ് എന്ന് പറയണമെങ്കിൽ നമുക്ക് ഒരാളല്ല ഉള്ളത്. ഇപ്പോൾ നമ്മുടെ ഡിഫറെൻറ്റ് ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഓരോരോ മാസ്റ്റേഴ്സാണ്. അവരൊരു എന്താ പറയുക, ഒരു കൂട്ടം ആൾക്കാരുണ്ട്, മാസ്റ്റേഴ്സ് ഉണ്ട്. അതിനെ യൂണിവേഴ്സ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കണം. അല്ലാതെ ആത്മാക്കൾ തന്നെ ആത്മാക്കളുടെ മുകളിൽ നിന്നുള്ള അപ്പോയിൻമെൻറ്റ്സ് ആണ് ഇതൊക്കെ. എനിക്ക് ഏത് മാസ്റ്റർ എന്നുള്ളത് അവർക്കൊരു രൂപമില്ല, അവർക്കൊരു പേരില്ല, ഒരു നക്ഷത്രമില്ല, ഒന്നുമില്ല. പക്ഷേ സാധാരണപ്പെട്ട ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇവരെ കണക്ട് ചെയ്യാൻ കഴിയാത്തത്? സാധാരണപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് എല്ലാം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴും അവർക്കൊരു സിക്സ് സെൻസ് ഉണ്ട്. ഇതെല്ലാം അറിയാനും കഴിയാനുള്ള ജീവിക്കാനുള്ള കഴിവൊക്കെ അവർക്കുണ്ട്. പക്ഷേ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ, നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തൊട്ടാണ് നമ്മുടെ എല്ലാ ചിന്താഗതികളും മാറാൻ തുടങ്ങുന്നത്. മറ്റുള്ളവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനും നമ്മുടെ എഡ്യൂക്കേഷനും ഇതെല്ലാം കൂടെ നമ്മുടെ ബ്രെയിനിനെ മൊത്തം മാറ്റിമറിച്ചിട്ടുണ്ടാവണം. മനസ്സിലായില്ല? നമ്മുടെ ചിന്താഗതികൾ, സൊസൈറ്റി പോലും നമ്മളെ മാറ്റിമറിച്ചിട്ടുണ്ടാവണം. ഒരു 8 വയസ്സോ 10 വയസ്സോ ആയിട്ടുള്ളൊരു പെൺകുട്ടി നടക്കുന്നത് അവൾ 6 വയസ്സിൽ നടന്നിരുന്ന ഒരുപോലെ ആയിരിക്കും? അല്ല. എന്തുകൊണ്ട്? സൊസൈറ്റിയും വീട്ടുകാരും എല്ലാം കൂടെ കുറേ നിയമങ്ങൾ അവളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചു. ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. ശരിയല്ലേ? ഇതാണ് പ്രശ്നം. ഇതേപോലെ തന്നെ ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിന് ഇതെല്ലാം അറിയാറുണ്ട്. ആ കുഞ്ഞ് കണ്ണടച്ച് കിടന്നാലും ചിരിക്കും, വർത്തമാനം പറയും. അവരെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്ത് കണ്ടാണ് ചിരിക്കുന്നത്. ആരും കളിപ്പിച്ചിട്ടില്ല അല്ലേ? അതൊരു ആത്മാവായിരിക്കും. അവരെ ഏതൊക്കെയോ ആത്മാക്കൾ വന്ന് കളിപ്പിക്കുന്നുണ്ട്, ചിരിപ്പിക്കുന്നുണ്ട്. ഏഞ്ചൽസ് ആവാം, മാസ്റ്റേഴ്സ് ആവാം. മാസ്റ്റേഴ്സിന് നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് നമ്മുടെ കൂടെ മാസ്റ്റേഴ്സ് ഉണ്ടോ? ജനിക്കുമ്പോൾ എന്നല്ല, നിങ്ങൾക്ക് എപ്പോഴും മാസ്റ്റേഴ്സ് ഉണ്ട് നിങ്ങളുടെ കൂടെ. പക്ഷെ നിങ്ങൾ ആവശ്യമുള്ളപ്പോൾ മാത്രമേ അവർ നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ വരുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടപ്പോൾ നിങ്ങൾ അത്രയും കൃത്യമായിട്ട് പ്രോപ്പർ രീതിയിൽ വിളിക്കുമ്പോഴാണ് ആവശ്യം വരുന്നത്. ഒരു മെഡിറ്റേഷനിൽ വിളിക്കുമ്പോൾ വരും, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ സിൽവ മെത്തേഡിൽ കൂടെ വരും. ഹിപ്നോസിസിൻ്റെ ഡീപ്പസ്റ്റ് ലെവലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയി അവരോട് ചോദിക്കാൻ പറ്റും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമയത്ത് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ നിങ്ങളുടെ സ്പിരിച്വൽ ഗൈഡ് എന്ന് പറയുന്ന ഒരാത്മാവ്, അത് നിങ്ങളുടെ കൂടെ ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്ന വരെയുണ്ട്. സ്പിരിച്വൽ ഗൈഡ് എന്തിനാണ്? അതാണ് ഈ ഏഞ്ചൽസ് എന്നൊക്കെ അല്ലേ, ഗാർഡിയൻ ഏഞ്ചൽസ് എന്നൊക്കെ നമ്മൾ വിളിക്കും. അതൊക്കെ ഇത് തന്നെയാണ്. എല്ലാ പേര് മാത്രം ഡിഫറെൻ്റ് ആണെന്നുള്ളൂ. പക്ഷെ ഇതാണ്. അത് നമ്മുടെ അച്ഛനപ്പൂപ്പന്മാരായിട്ടുള്ള കാരണവന്മാരായിരിക്കും. ആകാം, ആകാതിരിക്കാം. നിങ്ങളോട് ഇഷ്ടപ്പെട്ടു തോന്നുന്ന ഒരാളായിരിക്കാം. നമുക്കറിയില്ല എങ്ങനെയാണെന്ന്, ആരാണെന്നും. അത് നിങ്ങൾ ജനിച്ച് വീഴുന്ന സമയത്ത് വീട്ടിൽ ആരൊക്കെ മരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ.